എല്ലാവർക്കും മൈമിൻഡർ PSC ആപ്പിന്റെ മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇംഗ്ലീഷ് വൊക്കാബുലറിയിലെ ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കിൽ നിന്ന് PSC ആവർത്തിച്ച് ചോദിക്കുന്ന 15 ഫോറിൻ വേർഡ്സ് ആണ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഫോറിൻ ഫ്രേസസ് ആണ് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം പരീക്ഷ അടുത്ത് വരികയാണ്. ഇംഗ്ലീഷിന് വെയിറ്റേജ് കൂടുതലാണ് അല്ലേ? 10 മാർക്കാണ് ഇംഗ്ലീഷിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പഠിക്കേണ്ടത് അനിവാര്യമാണ്. റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോറിൻ വേർഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ടോപ്പിക്കിൽ പ്രധാനമായിട്ടും 3 ടൈപ്പിലാണ് PSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ആ ചോദ്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, ഒരു ഫോറിൻ വേർഡ് ചോദിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ അർത്ഥം, മീനിങ് എന്താണ് എന്നുള്ളത് ഓപ്ഷനിൽ നിന്ന് കണ്ടെത്താനായിട്ട് പറയും. രണ്ടാമത്തത്, ഒരു ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിട്ട് ഒരു സെൻറ്റൻസ് തന്നിട്ട് ആ ഫില്ല് ചെയ്യുന്ന വേർഡ് ഏതാണ് എന്നുള്ളത് ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കാനായിട്ട് പറയും. മൂന്നാമത്തത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് പോലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു ഫോറിൻ വേർഡിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പല അർത്ഥങ്ങൾ തരും, അല്ലെങ്കിൽ താഴെ ഒരു 3-4 ഫോറിൻ വേർഡ്സും അതിൻ്റെ മീനിങ്ങും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മറ്റൊരു കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഞാനിവിടെ 15 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 15 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലായിട്ട് ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ 15 ഫോറിൻ വേർഡ്സും ഞാൻ പറഞ്ഞെങ്കിലും ഈ 15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യനിലെയും മറ്റ് ഓപ്ഷൻസ് എല്ലാം കൂടെ കൂട്ടി ഏകദേശം ഒരു 23 ഫോറിൻ വേർഡ്സ് നമ്മൾ ഈ ക്ലാസ്സിൽ വിശദമായിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഏകദേശം നമുക്കൊരു 100ഓളം ഫോറിൻ വേർഡ്സ് സിലബസ് അനുസരിച്ച് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫോറിൻ വേർഡ്സിൻ്റെയും വിശദമായിട്ടുള്ള ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിലൂടെ നമുക്ക് വാക്കുകൾ പഠിക്കാം. ആദ്യത്തെ ചോദ്യം, അബ് ഇനിഷ്യോ മീൻസ്. അബ് ഇനിഷ്യോ എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ഫ്രേസ് എന്താണ് മീൻ ചെയ്യുന്നത്, അതിൻ്റെ അർത്ഥം എന്താണ്? അബ് ഇനിഷ്യോയുടെ മീനിങ് നിങ്ങൾ പഠിച്ചു വെക്കൂ. ഫ്രം ദി ബിഗിനിങ്. ഒരു പക്ഷെ നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് ഫോറിൻ വേർഡിൽ അബ് ഇനിഷ്യോ എന്ന് പറയുന്നത്. ഫ്രം ദി ബിഗിനിങ്, തുടക്കം മുതൽ, ഫ്രം ദി ബിഗിനിങ്. നമുക്കത് എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം? ഇവിടെ ഇനിഷ്യോ എന്ന വാക്കാണ് അല്ലെ, ഇനിഷ്യോ. നമുക്കറിയാം ഇനിഷ്യൽ എന്ന വാക്കറിയാം. ഇനിഷ്യൽ തുടക്കം, ഇനിഷ്യൽ സ്റ്റേജ്, ഇനിഷ്യൽ കണ്ടീഷൻ, എന്താണ്? പ്രാരംഭഘട്ടം, തുടക്കം എന്ന വാക്കാണ് അല്ലെ ഇനിഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിഷ്യോ എന്ന് പറഞ്ഞാൽ തുടക്കം. അബ് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ പദം എന്ന് പറയുന്നത് ഫ്രം ആണ്. ഇംഗ്ലീഷിൽ ഫ്രം ആണ് ഉദ്ദേശിക്കുന്നത്. ഫ്രം ദി ബിഗിനിങ്. അബ് ഇനിഷ്യോ എന്ന് വെച്ചാൽ ഫ്രം ദി ബിഗിനിങ്. അപ്പോൾ ഈ വാക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു വാക്കും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇൻ ഇനിഷ്യോ. ഈ അബിന് പകരം ABക്ക് പകരം ഇന്ന്. ലാറ്റിനിൽ ഇന്നെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലും ഇന്ന് തന്നെയാണ്. അപ്പോൾ അബ് ഇനിഷ്യോ എന്ന് പറഞ്ഞാൽ ഫ്രം ദി ബിഗിനിങ്. ഇൻ ഇനിഷ്യോ എന്ന് പറഞ്ഞാൽ ഇൻ ദി ബിഗിനിങ്, തുടക്കത്തിൽ. അബ് ഇനിഷ്യോ ഫ്രം ദി ബിഗിനിങ്, തുടക്കം മുതൽ. ഇൻ ഇനിഷ്യോ തുടക്കത്തിൽ, ഇൻ ദി ബിഗിനിങ്. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ആ വാക്ക് മറ്റൊരു ചോദ്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ ഫ്രം ദി ബിഗിനിങ്. മറ്റുള്ള ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ടിൽ ദി എൻഡ് ആണ്. പിന്നെ എക്സ്പാൻഷൻ ഓഫ് ഇനിഷ്യൽസ്. അപ്പോൾ ഇവിടെ ഇനിഷ്യൽസിനകത്ത് ഇനിഷ്യോ ആയിട്ടൊരു കണക്ഷൻ നിങ്ങൾക്ക് തോന്നാം, പക്ഷേ അല്ല. ഫസ്റ്റ് ആൽഫബറ്റ് അതും അല്ല. എന്താണ് അബ് ഇനിഷ്യോ എന്ന് പറഞ്ഞാൽ? ഫ്രം ദി ബിഗിനിങ്, തുടക്കം മുതൽ. അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, LDC ട്രിവാൻഡ്രം ക്വസ്റ്റ്യൻ പേപ്പറിൽ 2013 ചോദിച്ചതാണ്. ഞാൻ എല്ലാ ചോദ്യത്തിൻ്റെ കൂടെയും അത് ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ആ ചോദ്യം വന്നതെന്ന് താഴെ എഴുതിയിട്ടുണ്ട്, അത് നോക്കുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ആഡ് ഹോക്ക് എന്ന വാക്കാണ് കേട്ടോ. ആഡ് ഹോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ്. കാരണം ഒരു 20 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിച്ചാൽ 4, 5, 6 തവണ ചോദിച്ച ഒരു വാക്കാണ് കേട്ടോ. വളരെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഫോറിൻ വേർഡ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആഡ് ഹോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, ആഡ് ഹോക്ക് ഈസ് എ ഫോറിൻ വേർഡ് യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ് വിച്ച് മീൻസ്. അതായത് ആഡ് ഹോക്ക് എന്ന് പറയുന്ന ഫോറിൻ വേർഡ് ഇംഗ്ലീഷിൽ എന്താണ് മീൻ ചെയ്യുന്നത്? ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ മീനിങ് ഫോർ ദി സ്പെഷ്യൽ പർപ്പസ് ഓഫ് എന്നാണ് കേട്ടോ. ഫോർ ദി സ്പെഷ്യൽ പർപ്പസ് ഓഫ്, ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി. ആഡ് ഹോക്ക് എന്ന ഇതിൻ്റെ മീനിങ് ഒരു ഫോർ ദി സ്പെഷ്യൽ പർപ്പസ് ഓഫ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇതിന് ഫോർ ദി സ്പെഷ്യൽ പർപ്പസ് ഓഫ് എന്ന് മാത്രമല്ല, ടെമ്പററി എന്ന മീനിങ് കൂടിയുണ്ട്. ചില ക്വസ്റ്റ്യൻസിൽ ഓപ്ഷനിൽ ഫോർ ദി സ്പെഷ്യൽ പർപ്പസ് എന്നായിരിക്കും, ചില ക്വസ്റ്റ്യനിൽ ടെമ്പററി എന്നായിരിക്കും ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. 2 വന്നാലും അതിൻ്റെ ഉത്തരം ആഡ് ഹോക്ക് തന്നെയാണ്. ഇപ്പോൾ ആഡ് ഹോക്ക് കമ്മിറ്റി എന്ന് നിങ്ങൾ കേട്ടില്ല. ആഡ് ഹോക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി താൽക്കാലികമായിട്ട് രൂപീകരിക്കുന്ന ഒരു കമ്മിറ്റി.
ആഡ്ഹോക്ക് അപ്പോയിൻമെൻറ്റ് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ ലീവ് എടുക്കുകയാണ്, 6 മാസത്തേക്ക് 1 വർഷത്തേക്ക് ഒരു ലോങ് ലീവ് എടുക്കുകയാണെങ്കിൽ അയാൾ ലീവ് എടുക്കുന്ന സമയത്ത് ആ പോസ്റ്റ് ഫില്ല് ചെയ്യാനായിട്ട് താൽക്കാലികമായിട്ട് അപ്പോയിൻമെൻറ്റ് നടത്തുക. അതാണ് ആഡ്ഹോക്ക് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നടത്തുന്നത് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയാണ്, അത് ടെമ്പററിയുമാണ്, താൽക്കാലികമായിട്ടുമാണ് അല്ലേ. അപ്പോൾ 2 അർത്ഥവുമുണ്ട്. അപ്പോൾ ഫോർ ദി സ്പെഷ്യൽ പർപ്പസ് ഓഫ് ഉണ്ട്, ടെമ്പററി ഉണ്ട്. അപ്പോൾ ഞാനിത് എടുത്ത് പറയാൻ കാരണം ചില ചോദ്യങ്ങളിൽ ഇപ്പം 4-5 തവണയൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു, ചില ക്വസ്റ്റ്യൻസിൽ ഫോർ ദി സ്പെഷ്യൽ പർപ്പസ് ഓഫ് എന്നായിരിക്കും ഓപ്ഷനിൽ കിടക്കുന്ന, ചില ചോദ്യങ്ങളിൽ ടെമ്പററി ആയിരിക്കും. ഇപ്പോൾ 2 ആണെങ്കിൽ അതിൻ്റെ മീനിങ് ആഡ് ഹോക്ക് ആണ്. ആഡ് ഹോക്ക്, ആഡ് എന്ന് വെച്ചാൽ പരസ്യം എന്താണ്, താൽക്കാലികമാണല്ലോ. യൂട്യൂബൊക്കെ നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ പരസ്യം വരും. പരസ്യം മാത്രമായിരിക്കുമോ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, താൽക്കാലികമായിട്ടാണ്, കുറച്ച് കഴിയുമ്പോൾ പോകും. അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കുക, ആഡെന്ന് വെച്ചാൽ കുറച്ച് സമയം കാണത്തുള്ളൂ, താൽക്കാലികം. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫ്രേസ് ബോണഫൈഡ് മീൻസ്. ബോണഫൈഡ് എന്ന് പറയുന്ന വാക്ക് എന്താണ് അർത്ഥം വയ്ക്കുന്നത്? ബോണഫൈഡ് എന്ന വാക്കിന്റെ അർത്ഥം ഗുഡ് ഫെയ്ത്ത് എന്നാണ് കേട്ടോ. ഗുഡ് ഫെയ്ത്ത് എന്നാണ് ബോണഫൈഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അതായത് നല്ല ഉദ്ദേശം. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, വിശ്വാസം അല്ലേ. നല്ല വിശ്വാസം അല്ലെങ്കിൽ ഒരു ഗുഡ് ഇൻറ്റൻഷൻ, നല്ല എന്താ പറയുന്ന ഉദ്ദേശത്തോടു കൂടി, നല്ല വിശ്വാസത്തോടു കൂടി എന്നൊക്കെ അതിന് മീനിങ് വരും. ഗുഡ് ഫെയ്ത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോണഫൈഡ്, ഗുഡ് ഫെയ്ത്ത്. ബോണഫൈഡ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഫെയ്ത്ത്. അപ്പോൾ ബോണഫൈഡ് പഠിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വാക്കാണ്, അതും കൂടെ പഠിച്ചു വെക്കുക, മാലഫൈഡ്. മാലഫൈഡ്, MALAFIDE, മാലഫൈഡ് എന്ന് പറഞ്ഞാൽ ബോണഫൈഡ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ, ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ബോണഫൈഡ് ഗുഡ് ഫെയ്ത്ത് ആണെങ്കിൽ മാലഫൈഡ് എന്തായിരിക്കും, ബാഡ് ഫെയ്ത്ത് അല്ലെങ്കിൽ ബാഡ് ഇൻറ്റൻഷൻ, അതായത് മോശമായിട്ടുള്ളൊരു ഉദ്ദേശം അല്ലെങ്കിൽ മോശമായിട്ടുള്ള എന്താണ് വിശ്വാസമില്ലായ്മ എന്ന്. ബാഡ് ഫെയ്ത്ത്, ബാഡ് ഇൻറ്റൻഷൻ. ഓക്കെ, അപ്പോൾ ബോണഫൈഡ് പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് മാലഫൈഡും കൂടെ പഠിച്ചു വയ്ക്കുക. ബോണഫൈഡ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഫെയ്ത്ത്, മാലഫൈഡ് എന്ന് പറഞ്ഞാൽ ബാഡ് ഫെയ്ത്ത്. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു വാക്കാണ്, വാട്ട് ഡസ് ദ വേർഡ് പ്രൈമ ഫെസെ മീൻസ്. പ്രൈമ ഫെസെ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രൈമ ഫെസെ എന്ന് പറയുന്ന വാക്ക്, അതിൻ്റെ അർത്ഥം പ്രഥമ ദൃഷ്ടി എന്നാണ് കേട്ടോ. പ്രഥമ ദൃഷ്ടി എന്താണ്? അറ്റ് ഫസ്റ്റ് സൈറ്റ്, എന്താണ്, ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ എന്താണ് നോട്ടത്തിൽ അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടി, ആദ്യം നോക്കുമ്പോൾ തന്നെ ഒരു കാര്യം എന്താണ്, ഞാൻ ആദ്യം നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയത്തില്ലേ, പ്രൈമ ഫസയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പ്രഥമ ദൃഷ്ടിയിൽ തന്നെ കൊള്ളാമെന്ന് തോന്നി, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫസ്റ്റ് സൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിയേ. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫേസ്, അറ്റ് ഫസ്റ്റ് ഫേസ്, ആദ്യ മുഖം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ പ്രൈമ ഫസെ എന്ന് കാണുമ്പോൾ ഇവിടെ ഫസയിലകത്ത് നമുക്ക് ഫേസ് എന്ന് പറയുന്ന ഒരു വാക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് നിങ്ങൾ എന്താണ് ചിന്തിക്കും, പക്ഷേ ഇതല്ല, ഫേസ് അല്ല. പിന്നെ പ്രൈം ടൈം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ പ്രൈം ഉള്ളതുകൊണ്ട് ഈ പ്രൈമുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് എന്താണ് സാധ്യതയുണ്ട്. അതുമല്ല, പ്രൈമും അല്ല. പ്രൈം ഇവിടെ വരുവാണെങ്കിൽ അറ്റ് പ്രൈം ഫേസ് എന്നും ഉണ്ട് അല്ലേ. പ്രൈമും ഉണ്ട്, ഫേസും ഉണ്ട്, 2 വാക്കും ഉണ്ട്. പക്ഷേ അതുമല്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. പ്രൈമ ഫസെ എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ടി. അടുത്ത നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ എക്സ്പ്രഷൻ വോക്സ് പോപ്പുലി മീൻസ്. വോക്സ് പോപ്പുലി എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ എക്സ്പ്രഷൻ എന്താണ് മീൻ ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ അർത്ഥം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വോക്സ് പോപ്പുലിയുടെ അർത്ഥം പോപ്പുലർ ഒപ്പീനിയൻ എന്നാണ് കേട്ടോ. പോപ്പുലർ ഒപ്പീനിയൻ ആണ് വോക്സ് പോപ്പുലിയുടെ അർത്ഥം. വോക്സ് പോപ്പുലിയുടെ അർത്ഥം പോപ്പുലർ ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ ആഡ് ഹോക്ക് പറഞ്ഞപ്പോൾ സ്പെഷ്യൽ പർപ്പസ് എന്നും വരാറുണ്ട് ഓപ്ഷനിൽ, അതുകൂടാതെ ടെമ്പററി എന്നും ഓപ്ഷനിൽ വരാറുണ്ട് അല്ലേ. 2 വാക്കുകൾ ഓപ്ഷനിൽ വരാറുണ്ട്. അതുപോലെ തന്നെ 2 വാക്കുകൾ വരാൻ സാധ്യതയുള്ള മറ്റൊരു വാക്കാണ്, ഓപ്ഷനിൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു ഫ്രേസാണ് വോക്സ് പോപ്പുലി എന്ന് പറയുന്നത്. ഒന്ന് പോപ്പുലർ ഒപ്പീനിയൻ, അതായത് എന്താണ്, പോപ്പുലർ ആയിട്ടുള്ള എന്താണ് അഭിപ്രായം അല്ലേ, എല്ലാവർക്കും ഉള്ള അഭിപ്രായം. മറ്റൊന്ന് വോയിസ് ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ ശബ്ദം. അപ്പോൾ നമുക്ക് അത് കണക്ട് ചെയ്ത് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ് അല്ലേ. കാരണം വോക്സ്, പോപ്പുലി, പീപ്പിൾ എന്ന വാക്കുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ജനങ്ങളുടെ ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങളുടെ ശബ്ദം എന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് ഒരു കാര്യം പറയുന്നത്, അതാണ് പോപ്പുലർ ആയിട്ടുള്ള ഒപ്പീനിയൻ അല്ലേ. പോപ്പുലർ ആയിട്ടുള്ള ഒപ്പീനിയൻ, അഭിപ്രായം. ഓക്കെ, അപ്പോൾ 2 വാക്കുകളാണ് നിങ്ങൾ വോക്സ് പോപ്പുലർ മനസ്സിൽ നിങ്ങൾ ഉണ്ടാവേണ്ടത്. ഒന്ന് വോയിസ് ഓഫ് പീപ്പിൾ എന്നും ഓപ്ഷനിൽ വരാം, അടുത്തത് പോപ്പുലർ ഒപ്പീനിയൻ എന്നും ഓപ്ഷനിൽ വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ മറ്റ് വാക്കുകൾ നോക്കിയാൽ പോപ്പുലർ ഹേട്രഡ് അല്ലേ,
ഒരു പക എന്താണ് ഒരു പക എന്നുണ്ട്, ഒപ്പീനിയൻ പോൾ എന്നുണ്ട്, അഭിപ്രായ വോട്ട് അല്ലേ, വോട്ടിങ് എന്നുണ്ട്, ഇലക്ട്രൽ വെർഡിക്റ്റ് അല്ലേ, എലക്ഷന്റെ വിധി എന്നൊക്കെ ഉണ്ട്. അതൊന്നുമല്ല, പോപ്പുലർ ഒപ്പീനിയൻ ആണ് കേട്ടോ. പോപ്പുലർ ഒപ്പീനിയൻ, ഒപ്പീനിയൻ എന്ന വാക്കാണ് അത് ഡയറക്റ്റ് മീനിങ് ആയിട്ട് വരുന്നത്, ഒപ്പീനിയൻ. പിന്നെ വരുന്നത് വോയിസ് ഓഫ് പീപ്പിൾ. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. അടുത്ത വാക്ക് ദ എക്സ്പ്രഷൻ എക്സ് ഒഫീഷ്യോ മീൻസ്. എക്സ് ഒഫീഷ്യോ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ദ എക്സ്പ്രഷൻ എക്സ് ഒഫീഷ്യോ മീൻസ്. ഓക്കെ, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ 2005 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ഇതിൻ്റെ അർത്ഥം ബൈ വിർച്യൂ ഓഫ് ഓഫീസ് എന്നാണ് കേട്ടോ. ബൈ വിർച്യൂ ഓഫ് ഓഫീസ്, ബൈ വിർച്യൂ ഓഫ് ഓഫീസ് എന്നാണ്. അതായത് ഓഫീസിന്റെ ബലത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആനുകൂല്യത്തിൽ, ഓഫീസിന്റെ ആനുകൂല്യത്തിൽ അല്ലെങ്കിൽ ഓഫീസിന്റെ ബലത്തിൽ എന്നാണ്. അപ്പോൾ അതെന്താണ് അത് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ എക്സ് ഒഫീഷ്യോ മെമ്പർ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ഭരണഘടനയൊക്കെ പഠിക്കുമ്പോൾ എക്സ് ഒഫീഷ്യോ മെമ്പർ, എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്നൊക്കെ പഠിക്കാറുണ്ടല്ലേ? ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ നീതി ആയോഗ് എടുത്തു കഴിഞ്ഞാൽ നീതി ആയോഗിൻ്റെ ചെയർമാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണോ അദ്ദേഹമായിരിക്കും നീതി ആയോഗിൻ്റെ ചെയർമാൻ അല്ലേ? അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദിയാണ് അല്ലേ? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. അതായത് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ടാണ് നീതി ആയോഗിൻ്റെ ചെയർമാൻ സ്ഥാനം ലഭിച്ചത് അല്ലെങ്കിൽ ചെയർമാൻ ആയത്. നാളെ നരേന്ദ്രമോദി മാറി മറ്റൊരു പ്രൈം മിനിസ്റ്റർ വന്നാൽ അദ്ദേഹമായിരിക്കും നീതി ആയോഗിൻ്റെ ചെയർമാൻ. അതായത് നമുക്ക് ഒരു പദവി ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഓഫീസിൻ്റെ ബലത്തിൽ, ഒരു ഓഫീസിൽ ഒരു പദവി ഉള്ളത് കൊണ്ട് മറ്റൊരു ചുമതല കൂടെ ലഭിക്കുന്നു. അതിനെയാണ് എക്സ് ഒഫീഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നരേന്ദ്രമോദി നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ് അല്ലേ? എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയാം. അപ്പോൾ ബൈ വിർച്യൂ ഓഫ് ഓഫീസ്, ബൈ വിർച്യൂ ഓഫ് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫീസിൻ്റെ ബലത്തിൽ. അത് വരുന്ന എക്സ്പ്രഷൻ എക്സ് ഒഫീഷ്യോ ആണ് കേട്ടോ. ഇപ്പോൾ ഓപ്ഷൻസിൽ വീണ്ടും ഉണ്ട്, ഓഫീസർ എന്നുണ്ട്, അതുപോലെ ഡിസ്മിസ്ഡ് സ്റ്റാഫ് എന്നുണ്ട്, സ്റ്റാഫ് ഓൺ ഡെപ്യൂട്ടേഷൻ എന്നൊക്കെ ഉണ്ട്. ഓക്കെ, അതെല്ലാം ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടേമുകളാണ്. പക്ഷേ ബൈ വിർച്യൂ ഓഫ് ഓഫീസ് എന്ന ഫ്രേസ് നിങ്ങൾ എന്താണ് ഓർത്ത് വെച്ചേക്കുക, ഓഫീസിന്റെ ബലത്തിൽ. അതാണ് എക്സ് ഒഫീഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് 7ാമത്തെ വാക്കിലേക്ക് പോകാം. 7ാമത്തെ വാക്കും 7ാമത്തെ പ്രീവിയസ് ഇയർ ചോദ്യവും. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ് മീൻസ് ഇൻഡെഫിനിറ്റ്ലി. തന്നിരിക്കുന്ന വാക്കുകളിൽ 4 വാക്കുകൾ തന്നിട്ടുണ്ട്. ഈ വാക്കുകളിൽ ഇൻഡെഫിനിറ്റ്ലി എന്ന് പറയുന്ന മീനിങ്, അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ഫോറിൻ വേർഡ് ഏതാണ്? ഇൻഡെഫിനിറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡെഫിനിറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? അനിശ്ചിതത്വം അല്ലെ? അനിശ്ചിത കാലത്തേക്ക്. ഇൻഡെഫിനിറ്റ് പീരീഡ് എന്ന് വെച്ചാൽ അനിശ്ചിത കാലത്തേക്ക്, ഒരു കൃത്യമായിട്ടുള്ളൊരു അവസാന തീയതി എടുത്തിട്ടില്ല എന്ന് പറയുന്ന പോലെ. അത് മീനിങ് വരുന്ന വാക്ക് സിനിഡൈ ആണ് കേട്ടോ. സിനിഡൈ എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ്ലി എന്നാണ് അർത്ഥം. സിനിഡൈ എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ്ലി. അതായത് ഇതെല്ലാം തന്നെ ലാറ്റിൻ വാക്കുകളാണ്. അതായത് ഈ നിയമപരമായിട്ടുള്ള പ്രൊസീഡിങ്സിൽ, ലീഗൽ പ്രൊസീഡിങ്സിലൊക്കെ ലാറ്റിനിൽ ഉപയോഗിക്കുന്ന ഫ്രേസുകളാണ്, ലാറ്റിൻ ഫ്രേസുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു കേസ് ഒരു അനിശ്ചിത കാലത്തേക്ക് എന്താണ് നീട്ടിവെച്ചു അല്ലെങ്കിൽ മാറ്റിവെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു സിനിഡൈ എന്ന് നമുക്ക് പറയാം. അപ്പോൾ സിനിഡൈ എന്ന് വെച്ചാൽ ഇൻഡെഫിനിറ്റ്ലി എന്താണ്? അനിശ്ചിതത്വം അല്ലെങ്കിൽ അനിശ്ചിത കാലത്തേക്ക് അല്ലെങ്കിൽ അനിശ്ചിതമായിട്ട് അത് നിൽക്കുകയാണ് എന്ന് പറയുവാണെങ്കിൽ സിനിഡൈ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ 4 വാക്കുകൾ ഒന്നാണ് എന്താണ് ഇൻഡെഫിനിറ്റ്ലി എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബാക്കി 3 വാക്കുകൾ കൂടെ നോക്കാം. ഒന്ന് ഇൻ ഇനിഷ്യോ ആണ്. ഞാൻ ആദ്യം അബ് ഇനിഷ്യോ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു അബ് എന്ന് പറഞ്ഞാൽ ഫ്രം അല്ലേ? അപ്പോൾ അബ് ഇനിഷ്യോ എന്ന് വെച്ചാൽ ഫ്രം ദി ബിഗിനിങ്. ഇൻ ഇനിഷ്യോ എന്ന് വെച്ചാൽ ഇന്ന്, ലാറ്റിനിൽ ഇന്ന്, ഇംഗ്ലീഷിലും ഇന്ന് തന്നെയാണ് അല്ലേ? ഇൻ ദി ബിഗിനിങ്. ഓക്കെ, അപ്പോൾ ഫ്രം ദി ബിഗിനിങ് എന്ന് വെച്ചാൽ തുടക്കം മുതൽ. ഇൻ ദി ബിഗിനിങ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ. അപ്പോൾ ഇൻ ഇനിഷ്യോ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത നമുക്ക് ലോക്കസ് സ്റ്റാൻഡി എന്ന വാക്കുണ്ട്. ലോക്കസ് സ്റ്റാൻഡി. ഈ ലോക്കസ് സ്റ്റാൻഡി എന്ന് പറയുന്നത് അത് ഒരു ലീഗൽ ടേം ആണ്, ഒരു ലാറ്റിൻ ഫ്രേസ് ആണ്, ഒരു ലീഗലായിട്ടുള്ള ലാറ്റിൻ ഫ്രേസ് ആണ്. നമുക്ക് കോടതിക്ക് മുമ്പിൽ നമുക്കൊരു കേസ് ഫയൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ കോടതിക്ക് മുമ്പിൽ നിൽക്കാനായിട്ടുള്ള എന്താണ് അവകാശം. ദ റൈറ്റ് ടു അപ്പിയർ ഇൻ കോർട്ട് ഓർ ടു ഫയൽ ആൻ ആക്ഷൻ. ഒരു നടപടി എടുക്കാനായിട്ട് കോടതിയെ സമീപിക്കാൻ അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ നിൽക്കാനായിട്ടുള്ള അവകാശം, കോടതിയിൽ മുമ്പിൽ അപ്പിയർ ആവാനായിട്ടുള്ള അവകാശം, അതിനെയാണ് ലോക്കസ് സ്റ്റാൻഡി എന്ന് പറയുന്നത്. ലോക്കസ് സ്റ്റാൻഡി എന്ന് വെച്ചാൽ മറ്റൊരു വാക്ക് വരുന്ന എക്സ്പാർട്ടെ. ഇത് ഒരു ലീഗൽ ടേം തന്നെയാണ് കേട്ടോ. ഇത് കോടതിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എക്സ്പാർട്ടെ എന്ന് പറയുന്നത്. എക്സ്പാർട്ടെ എന്ന് വെച്ചാൽ വൺ സൈഡഡ്, ഏകപക്ഷീയമായി, ഒരു
ഏകപക്ഷീയമായിട്ട് ഒരു സൈഡ് മാത്രം കേട്ടുകൊണ്ട്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കേസ് കിടക്കുമ്പോൾ പ്രതിഭാഗവും അതുപോലെ വാദിഭാഗവും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു ഹിയറിംഗ് നടക്കുന്ന സമയത്ത് പ്രതിഭാഗം ഹാജരായിട്ടില്ല, വാദിഭാഗം മാത്രമേ ഉള്ളൂ. വാദിഭാഗം മാത്രമേ ഉള്ളൂവെങ്കിൽ പോലും കോടതിക്ക് അല്ലെങ്കിൽ ജഡ്ജിന് ഉത്തരവുകൾ അല്ലെങ്കിൽ ഒരു തീരുമാനം പറയാനായിട്ട് പറ്റും. അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെ എക്സ്പാർട്ടെ എന്ന് പറയും. എക്സ്പാർട്ടെ എന്ന് പറയും. അതായത് ഒരു പാർട്ടിയുടെ മാത്രം സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ അസാന്നിധ്യത്തിൽ, രണ്ടാമത്തെ ആളല്ല, ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ, എടുക്കുന്ന തീരുമാനങ്ങൾ എന്താണ്? എക്സ്പാർട്ടെ എന്ന് പറയും. ഇപ്പോൾ വൺ സൈഡഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കത് ഓർത്തിരിക്കാനായിട്ട് ഇപ്പോൾ പാർട്ടി, ഇപ്പോൾ ഒരു കേസ് കിടക്കുമ്പോൾ രണ്ട് പാർട്ടി ഉണ്ടാവും അല്ലേ. അപ്പോൾ എക്സ്പാർട്ടെ എന്ന് വെച്ചാൽ എക്സ് എന്ന് വെച്ചാൽ എക്സ്ക്ലൂഡ് ചെയ്യുന്നു അല്ലെ, ഒരു പാർട്ടി എക്സ്ക്ലൂഡ് ചെയ്ത് എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്ത് പറയുന്ന അഭിപ്രായം എന്താണ്? എക്സ്പാർട്ടെ. എക്സ്പാർട്ടി എന്ന് എന്താണ് ഓർത്ത് വെച്ചേക്കുക. അടുത്ത നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. The president was specially happy to visit the school because it was his പ്രസിഡന്റ് ആ സ്കൂള് വിസിറ്റ് ചെയ്യാനായിട്ട് വളരെ ഒരു സ്പെഷ്യലായിട്ട് എന്നൊരു പ്രത്യേക സന്തോഷമുണ്ടായിരുന്നു. കാരണം അത് അദ്ദേഹത്തിൻ്റെ എന്തായിരിക്കും? അദ്ദേഹം പഠിച്ച സ്കൂളായിരിക്കും അല്ലേ. അദ്ദേഹം പഠിച്ച സ്കൂളായിരിക്കും. അപ്പോൾ പഠിച്ച സ്കൂൾ, നമ്മൾ പഠിച്ച സ്കൂൾ അല്ലെങ്കിൽ പഠിച്ച കോളേജിനെ പറയുന്നതാണ് ആൽമ മാറ്റർ. നമ്മൾ പഠിച്ച സ്കൂളോ കോളേജിനോ, നമ്മൾ എന്താണ് പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ഒരു സ്ഥാപനം, പഠിച്ച സ്കൂളോ കോളേജിനോ പറയുന്നതാണ് ആൽമ മാറ്റർ. അപ്പോൾ ദ പ്രസിഡന്റ് വാസ് സ്പെഷ്യലി ഹാപ്പി ടു വിസിറ്റ് ദ സ്കൂൾ ബിക്കോസ് ഇറ്റ് വാസ് ഹിസ് ആൽമ മാറ്റർ. അദ്ദേഹം പഠിച്ച സ്കൂളായതുകൊണ്ട് അദ്ദേഹത്തിന് ആ സ്കൂൾ സന്ദർശിക്കാനായിട്ട് ഒരു പ്രത്യേക സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ ആൽമ മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച സ്കൂളോ കോളേജോ, അതിനെയാണ്, ആ സ്ഥാപനത്തെയാണ് ആൽമ മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. ഇനി ബാക്കി വരുന്ന വാക്കുകൾ പ്രൈമ ഫസി നമുക്കറിയാം എന്താണ്? അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ലേ, പ്രഥമ ദൃഷ്ടി. സിനഡൈ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടു. സിനഡൈ എന്താണ്? ഇൻഡെഫിനിറ്റ്ലി, അനിശ്ചിതമായിട്ട് അല്ലേ. ബോണഫൈഡ് നമ്മൾ നേരത്തെ കണ്ടതാണ്. ബോണഫൈഡ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഫെയ്ത്ത് അല്ലേ, ഗുഡ് ഫെയ്ത്ത്, നല്ല വിശ്വാസത്തിൽ അല്ലെങ്കിൽ നല്ല ഉദ്ദേശത്തിൽ, ഗുഡ് ഫെയ്ത്ത്. ഓക്കെ, LDCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Which of the following English translations of common Latin phrases is incorrect? ഈ തന്നിരിക്കുന്ന ഇപ്പം 4 ലാറ്റിൻ ഫ്രേസുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ്ങും ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ളത്, ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഇൻ ചോട്ടോയുടെ മീനിങ് ആയിട്ട് തന്നിരിക്കുന്നത് ഇൻ ദി മീൻ ടൈം എന്നാണ്. ഇൻ ദി മീൻ ടൈം, അതുവരെ അല്ലെങ്കിൽ മറ്റൊരു കാര്യം നടക്കുന്നത് വരെ, ഇൻ ദി മീൻ ടൈം. അത് തെറ്റാണ് കേട്ടോ, അത് തെറ്റാണ്. ഇൻ ടോട്ടോയുടെ മീനിങ് മീൻ ടൈം അല്ല, ടോട്ടലി എന്നാണ് കേട്ടോ. ടോട്ടലി എന്നാണ്. ടോട്ടലി അല്ലെങ്കിൽ എൻറ്റയർലി, മൊത്തത്തിൽ. നമുക്കറിയാം ഇൻ ടോട്ടലി കണക്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഇൻ ടോട്ടോ നമുക്ക് ടോട്ടലി ആയിട്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇൻ ടോട്ടൽ എന്ന് വെച്ചാൽ മൊത്തത്തിൽ അല്ലേ, ടോട്ടൽ ആകെ. ഇൻ ടോട്ടോ മൊത്തത്തിൽ, ടോട്ടലി അല്ലെങ്കിൽ എൻറ്റയർലി. അപ്പോൾ ഇൻ ടോട്ടോ എന്ന് പറഞ്ഞാൽ ടോട്ടലി. ഓക്കെ, അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന മീനിങ് തെറ്റാണ്. ഇൻ ദി മീൻ ടൈം എന്ന് പറയുന്നത് തെറ്റാണ്. പഠിച്ചു വയ്ക്കുക, ഇൻ ടോട്ടോ, ടോട്ടലി. രണ്ടാമത്തെ നോക്കാം, ആഡ് ഇൻഫൈനൈറ്റം എന്ന് പറയുന്നത് ടു ഇൻഫിനിറ്റി, അനന്തതയിലേക്ക്, അല്ലെങ്കിൽ എൻഡ് ചെയ്യാത്ത, പരിമിതികളില്ലാത്ത, ഒരിക്കലും അവസാനിക്കാത്ത എന്ന മീനിങ് ആണ്. അത് ശരിയാണ് കേട്ടോ, ഇത് ശരിയാണ്. ആഡ് ഇൻഫൈനൈറ്റം ടു ഇൻഫിനിറ്റി ശരിയാണ്. ഇൻഫൈനൈറ്റം ഇൻഫിനിറ്റി കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്, അങ്ങനെ തന്നെ പഠിക്കുക, അത് ശരിയാണ്. അടുത്തത് സബ്ജുഡീസ് എന്ന വാക്കാണ്. സബ്ജുഡീസിന്റെ മീനിങ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അണ്ടർ എ ജഡ്ജ് സെഡ് ഓഫ് എ കേസ് ദാറ്റ് കനോട്ട് ബി പബ്ലിക്കലി ഡിസ്കസ്ഡ് അണ്ടിൽ ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അണ്ടർ എ ജഡ്ജ് എന്താണ്, ഒരു ജഡ്ജിന്റെ കീഴിലുള്ള, അതായത് ഒരു കോടതിയുടെ കീഴിൽ പരിഗണനയിലുള്ള ഒരു കേസ്, അതിൻ്റെ വിധി ഇതുവരെ വന്നിട്ടില്ല, തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല, ഒരു കോടതിയുടെ പരിഗണനയിലുള്ള കേസ്, അത് കറക്റ്റാണ് കേട്ടോ. സബ്ജുഡീസിൻ്റെ മീനിങ് കറക്റ്റാണ്. എന്താ പറയുന്നത്, ഒരു കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസ്, സബ് ജുഡീസ്. അപ്പോൾ നമുക്കറിയാം ജുഡീസ് അല്ലേ, ജുഡീഷ്യറി നീതിന്യായം, ജുഡീഷ്യറി ജഡ്ജ് അല്ലേ, ആ വാക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സബ് ജുഡീഷ്യൽ അല്ലേ, ജഡ്ജിന്റെ താഴെ, സബോർഡിനേറ്റ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. സബ് ജുഡീഷ് അല്ലെങ്കിൽ ജഡ്ജിന്റെ അല്ലെങ്കിൽ കോടതിയുടെ കീഴിൽ അല്ലെങ്കിൽ പരിഗണനയിലുള്ള അല്ലെങ്കിൽ കോടതി ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന കേസ്.
അടുത്തത് ആഡ് ഹോക്ക്. നമുക്ക് അറിയാം, നന്നായിട്ട് അറിയാം എന്താ ടെമ്പററി അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി. മീനിങ് നമുക്ക് നോക്കാം, അവർ തന്നിരിക്കുന്ന മീനിങ് കറക്റ്റ് ആണോ നോക്കണമല്ലോ. മീൻസ് ടു ദിസ് തിങ് generally used to describe a particular type of committee, one which is formed to deal with a particular issue and disbanded after the issue is resolved. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രശ്നത്തിന് വേണ്ടി ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് രൂപീകരിച്ച കമ്മിറ്റി, അത് അതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഇഷ്യൂ സോൾവ് ആയി കഴിഞ്ഞാൽ അത് ഡിസ്ബാൻഡ് ചെയ്യും, അത് പിരിച്ചുവിടും. അപ്പോൾ രണ്ട് വാക്കുണ്ടല്ലേ അവിടെ. ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ട് രൂപീകരിച്ചു, ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി രൂപീകരിച്ചു, അത് കഴിഞ്ഞാൽ അതെന്താണ് പിരിച്ചുവിട്ടു. എന്താണ് താൽക്കാലികമാണ്, അപ്പോൾ ആ കമ്മിറ്റി ടെമ്പററി ആണ്. കറക്റ്റാണ്. അഡ്ഹോക്കിന് ഇവർ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ചോദ്യപേപ്പറിലുള്ള ഉത്തരം അല്ലെങ്കിൽ മീനിങ് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഏതാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്? ആദ്യത്തേത് മാത്രം, ഇൻ ടോട്ടോയിൽ ഇൻ ദി മീൻ ടൈം തെറ്റാണ്. ടോട്ടലിയാണ് അതിൻ്റെ മീനിങ്, അത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ എന്താ ഓപ്ഷൻ എ ഇതാണ് കറക്റ്റ് അല്ലേ. വണ്ണ് മാത്രമാണ് തന്നിരിക്കുന്ന ട്രാൻസ്ലേഷനില്ല, അതായത് മീനിങ്ങുകളിൽ ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വണ്ണ് മാത്രമാണ് തെറ്റ്. ഓക്കെ, 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 10ാമത്തെ ചോദ്യം, the workers went out of the factory dash to hold a protest rally. എന്താ പറയുന്നത്? പണിക്കാർ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. എന്തിനാണ്? ഒരു പ്രതിഷേധ ജാഥ നടത്താനായിട്ട്, പ്രൊട്ടസ്റ്റ് റാലിക്ക് വേണ്ടി, ജാഥ നടത്താനായിട്ട്. അപ്പോൾ ഇവിടെ വരുന്ന വാക്ക്, നമുക്ക് തന്നിരിക്കുന്ന വാക്ക് എൻമാസ് ഉണ്ട്, എൻറൂട്ട് ഉണ്ട്, ഇംപാസ് ഉണ്ട്, ഡിഫാക്റ്റോ ഉണ്ട്. അപ്പോൾ ജോലിക്കാർ ഫാക്ടറിയിൽ നിന്ന് പുറത്ത് പോയി ഒരു പ്രതിഷേധ ജാഥ നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ഒരുമിച്ചായിരിക്കുമല്ലോ പുറത്തേക്ക് പോകുന്നത് അല്ലേ. ഒരാൾ മാത്രമായിട്ട് പോയി പ്രതിഷേധിക്കത്തില്ല അല്ലേ. ജോലിക്കാർ ഒരു കൂട്ടമായിട്ടായിരിക്കും പുറത്തേക്ക് പോകുന്നത്, അല്ലെ മൊത്തത്തിൽ ആയിരിക്കും പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ മീനിങ് വരുന്നത് ഇതാണ്, എൻമാസ് ആണ് അതിൻ്റെ മീനിങ്. അതായത് മൊത്തത്തിൽ ഒരേ സമയം ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങളോ ആൾക്കാരോ ഒരേ സമയം ഒരുമിച്ച് ആസ് എ ഹോൾ, ഒരു ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് എന്ന വാക്കാണ്, മൊത്തത്തിൽ എന്ന വാക്കാണ് എൻമാസെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ ആളുകളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളാകാം, എന്താണെങ്കിലും ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്? എൻമാസ്. അതായത് ദ വർക്കേഴ്സ് വെന്റ് ഔട്ട് ഓഫ് ദി ഫാക്ടറി എൻ മാസ് ടു ഹോൾഡ് എ പ്രൊട്ടസ്റ്റ് റാലി. ജോലിക്കാരെല്ലാം, തൊഴിലാളികളെല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടമായിട്ട് ഫാക്ടറിയുടെ പുറത്ത് വന്നു പ്രതിഷേധിച്ചു. ഓക്കെ, അപ്പോൾ എൻ മാസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള 3 വാക്കും കൂടെ പരിചയപ്പെടാം. ആദ്യത്തെ എൻറൂട്ടാണ്. എൻറൂട്ടിൻ്റെ മീനിങ് ഓൺ ദി വേ, പോകുന്ന വഴിയിൽ, അല്ലെങ്കിൽ വഴി മധ്യേ പോകുന്ന വഴിയിൽ. നമുക്കറിയാം റൂട്ട്, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആ പോകുന്ന റൂട്ടെന്ന് പറയും അല്ലേ, ആ വഴിയെ റൂട്ടെന്ന് പറയും. എൻ റൂട്ട് എന്ന് വെച്ചാൽ പോകുന്ന വഴിയിൽ എൻ റൂട്ട്, ഓൺ ദി വേ. അടുത്തത് ഡിഫാക്റ്റോ എന്ന് പറഞ്ഞാൽ ഇൻഫാക്റ്റ് എന്ന മീനിങ് ആണുള്ളത്. ഇൻഫാക്റ്റ് അതായത് വാസ്തവത്തിൽ ഡിഫാക്റ്റോ ഉണ്ട്, ഇൻഫാക്റ്റ് ഉണ്ട്. മിക്കവാറും ഡിഫാക്റ്റോ ചോദിക്കുമ്പോൾ ഓപ്ഷനായിട്ട് ഇൻഫാക്റ്റ് എന്ന വാക്കായിരിക്കും തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇൻഫാക്റ്റ് എന്നത് എന്തായാലും ഓർത്ത് വെച്ചേക്കുക. ഡിഫാക്റ്റോയിൽ ഈ ഫാക്റ്റോയ്ക്കകത്ത് ഫാക്റ്റ് ഉണ്ടല്ലേ, അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനും പറ്റും. ഇനി അതിൻ്റെ കൃത്യമായിട്ടുള്ള മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ, നിങ്ങൾ താമസിക്കുന്ന റെസിഡൻസ് അസോസിയേഷനിലെ നിങ്ങൾ അവിടുത്തെ ആ അസോസിയേഷൻ്റെ ഡിഫാക്റ്റോ പ്രസിഡൻ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ ഔദ്യോഗികമായിട്ട് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തിട്ടില്ല, പക്ഷേ നിങ്ങൾ പ്രസിഡന്റിൻ്റെ ചുമതലകളെല്ലാം വഹിക്കുന്നു, പ്രസിഡൻ്റായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് തിരഞ്ഞെടുത്തില്ലെങ്കിൽ പോലും, അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ പ്രസിഡന്റിൻ്റെ ജോലികളെല്ലാം ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രസിഡൻ്റായിട്ട് മറ്റുള്ളവർ നിങ്ങളെ കണക്കാക്കുന്നു. അപ്പോൾ ഡിഫാക്റ്റോ പ്രസിഡന്റ് എന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഓതറൈസ് ചെയ്തിട്ടില്ല, അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും നടക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതാണ് ഡിഫാക്റ്റോ എന്നുകൊണ്ട് ലീഗൽ ടേം ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് പറയുന്ന ഡിഫാക്റ്റോ അതിനെയാണ്. ഓക്കെ, അപ്പോൾ ഇൻഫാക്റ്റ് എന്ന വാക്ക് ഓർത്ത് വെച്ചേക്കുക, കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അടുത്തത് ഇംപാസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഇമ്പോസിബിൾ എന്ന വാക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇമ്പോസിബിൾ എന്താണ്? അസാധ്യം. അപ്പോൾ അതിൻ്റെ മീനിങ് അത് തന്നെയാണ്. ഡെഡ് ലോക്ക്, എവിടെയെങ്കിലും വെച്ച് സ്റ്റക്കായിട്ട് നിൽക്കുക, ഇനി ഒരു പ്രോഗ്രസ്സും നടക്കത്തില്ല, ഇനി മുമ്പിലോട്ട് ഒരു വഴിയുമില്ല, ഇനി കൂടുതലൊന്നും ഇനി സംഭവിക്കാൻ പോകുന്നില്ല, ഇതാണ് ഇതിൻ്റെ അവസാനം എന്നൊക്കെ പറയുന്ന പോലെ ഡെഡ് ലോക്കാണ്. അതായത് ഇമ്പോസിബിൾ.
അല്ലെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് എളുപ്പം ഇവിടെ പാസ് എന്ന് പറയുന്നുണ്ട് അല്ലേ. പാസ് എന്ന് വെച്ചാൽ എന്താണ്, മുന്നേക്ക് പോവുക അല്ലേ, പാസ് ചെയ്ത് പോവുക, കടന്നു പോവുക. ഇംപാസ് എന്താണ്, പോകാൻ പറ്റില്ല, ഇംപാസ് എന്താണ്, അവിടെ തന്നെ നിൽക്കുന്നു. അല്ലെങ്കിൽ ഇമ്പോസിബിൾ എന്ന വാക്കുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇംപാസ് എന്ന് വെച്ചാൽ ഡെഡ് ലോക്ക്, അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക, അസാധ്യം, ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, അവസാനിച്ചു. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരു വാക്കല്ല 4 വാക്കുകളുടെ മീനിങ് പഠിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 11ാമത്തെ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡസ് ദി എക്സ്പ്രഷൻ ഓഫ് വൈറ്റ് മീൻസ്? ഓഫ് വൈറ്റ് എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ എക്സ്പ്രഷൻ എന്താണ് മീൻ ചെയ്യുന്നത്, അതിൻ്റെ അർത്ഥം എന്താണ്? ഓഫ് വൈറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഫെമിലിയർ ഓർ അക്വൈൻറ്റഡ് വിത്ത് എന്നാണ്. അതായത് ഓഫ് വൈറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പരിചിതമായ അല്ലെങ്കിൽ പരിചയപ്പെട്ട, പരിചയമുള്ള, നമുക്ക് നല്ല അറിവുള്ള അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, അതിനെയാണ് ഓഫ് വൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മീനിങ് അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി എക്സിസ്റ്റിംഗ് ബട്ട് നോട്ട് ലീഗലി, അത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഡിഫാക്റ്റോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്, ആക്ച്വലി അത് അങ്ങനെയാണ്, പക്ഷേ ലീഗലി അപ്രൂവ് ചെയ്തിട്ടില്ല. ഡിഫാക്റ്റോ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതല്ല ഓഫ് വൈറ്റിൻ്റെ മീനിങ്, ഇതല്ല. ഇൻ ദി ഓപ്പൺ എയർ എന്ന ഒരു മീനിങ് കൊടുത്തിട്ടുണ്ട്, അതുമല്ല. അപ്പോൾ ഇവിടെ നമുക്ക് മറ്റൊരു വാക്ക് പഠിക്കാം. ഇൻ ദി ഓപ്പൺ എയർ എന്ന് പറയുന്നത് അൽഫ്രസ്കോ എന്ന് പറയുന്ന ഫോറിൻ വാക്കിൻ്റെ മീനിങ് ആണ് കേട്ടോ. ഒരു വാക്കൂടെ കിട്ടുകയാണ്, അൽഫ്രസ്കോ ഡിന്നർ എന്ന് പറഞ്ഞാൽ ഓപ്പൺ എയറിൽ നടക്കുന്ന ഡിന്നർ, ഓപ്പൺ എയറിൽ പുറത്ത് വെച്ച് നടക്കുന്ന, തുറസായ സ്ഥലത്ത് നടക്കുന്ന ഒരു ഡിന്നർ. അൽഫ്രസ്കോ പാർട്ടി എന്ന് വെച്ചാൽ തുറസായ സ്ഥലത്ത് നടക്കുന്ന ഒരു പാർട്ടി, അകത്തൊന്നുമല്ല, ഓഡിറ്റോറിയത്തിനകത്തൊന്നുമല്ല, പുറത്ത് തുറസായ ഒരു സ്ഥലത്ത്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. അൽഫ്രസ്കോ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഓപ്പൺ എയർ. അപ്പോൾ നമ്മുടെ ഇവിടെ ഓഫ് വൈറ്റാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അൽഫ്രസ്കോ ഇതുമല്ല, ഓപ്പൺ എയറും അല്ല, ക്ലാസി പാർട്ടി അതുമല്ല. കറക്റ്റ് ഉത്തരം എന്താണ്? ഫെമിലിയർ ഓർ അക്വൈൻറ്റഡ് വിത്ത്. ഇനി ഓപ്ഷനിൽ വരാനായിട്ടുള്ള മറ്റു വാക്കുകൾ എന്ന് വെച്ചാൽ ഹാവിങ് ഗുഡ് നോളജ്, ഡീറ്റെയിൽഡ് നോളജ്, അതൊക്കെ എന്താണ്, നല്ല അറിവുള്ള അല്ലെങ്കിൽ അറിയാവുന്ന കാര്യം എന്നാണ് അല്ലേ. അപ്പോൾ അതൊക്കെ വന്നാലും ഓഫ് വൈറ്റ് എന്ന് തന്നെയാണ്. ഈ ഒരു വാക്കല്ല, ഫെമിലിയർ അല്ലാതെ തന്നെ ഗുഡ് നോളജ്, ഡീറ്റെയിൽഡ് നോളജ് എന്നൊക്കെ വന്നാലും ഓഫ് വൈറ്റ് തന്നെയാണ് മീനിങ് വരുന്നത്. അപ്പോൾ അതും കൂടെ ഓർത്ത് വെച്ചേക്കുക, ആശയം മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം PSC എപ്പോഴും ചോദിക്കുന്ന, PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് മാഗ്നം ഓപ്പസിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, ആദ്യം ഞാൻ മീനിങ് പറയാം. ഒരു കലാകാരൻ്റെയോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു സൃഷ്ടി അല്ലെങ്കിൽ ഏറ്റവും മഹത്തായിട്ടുള്ള വർക്ക്, ഗ്രേറ്റ് വർക്ക് എന്ന് പറയും. ഒരു മഹത്തായിട്ടുള്ള അയാളുടെ ഒരു സൃഷ്ടി, അയാളുടെ ഒരു വർക്ക്, അതിനെയാണ് മാഗ്നം ഓപ്പസ് എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്ന ഒരു സിനിമ ഈയിടയ്ക്ക് വന്നായിരുന്നു അല്ലേ, പാർട്ട് 1ഉം പാർട്ട് 2ഉം വന്നു. അപ്പോൾ ആ സിനിമ ഇറങ്ങിയ സമയത്തെല്ലാം തന്നെ പോസ്റ്ററിൽ അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്തപ്പോൾ എല്ലാം മണിരത്നംസ് മാഗ്നം ഓപ്പസ് എന്നാണ് കൊടുത്തിരുന്നത്. അതായത് മണിരത്നം എന്ന് പറയുന്ന സംവിധായകൻ്റെ മാഗ്നം ഓപ്പസ്, ഏറ്റവും മഹത്തായ സൃഷ്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാഗ്നം ഓപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മഹത്തായ സൃഷ്ടി, ഒരു വർക്കാണ് കേട്ടോ, ഒരു വർക്കാണ്. ഞാൻ വർക്ക് എന്ന വാക്ക് എടുത്തു പറയാൻ കാരണം ഇവിടെ നമുക്ക് ഓപ്ഷനകത്ത് മാഗ്നിഫിസൻറ്റ് എന്ന് പറയുന്ന ഒരു വാക്കുമുണ്ട്. എന്താണ്, വളരെ മാഗ്നിഫിസൻ്റ് ആയിട്ടുള്ള, വളരെ എന്താണ് മഹത്തായിട്ടുള്ളൊരു കാര്യം എന്നൊരു വാക്കുമുണ്ട്. ഇവിടെ ഗ്രേറ്റ് കോമ്പോസിഷനും ഉണ്ട്. ഇവിടെ ഉത്തരം വരുന്നത് ഗ്രേറ്റ് കോമ്പോസിഷനാണ്. കാരണം ഇവിടെ വർക്ക് വരുന്നില്ല, മാഗ്നിഫിസൻ്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഗ്രേറ്റ് കോമ്പോസിഷൻ എന്താണ് അല്ലേ, ഒരു കമ്പോസ് ചെയ്ത പാട്ട് അല്ലേ, ഒരു പാട്ട് എന്ന് പറയാം, ഒരു മഹത്തായ ഒരു പാട്ട്, ഒരു ഗാനം അല്ലേ, അവിടെയാണ് വർക്ക് വരുന്നത്. അപ്പോൾ ഗ്രേറ്റ് കോമ്പോസിഷൻ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഇവിടെ ഓപ്ഷനിൽ നിന്ന് എടുക്കേണ്ടത്. ഇൻ ബാഡ് ഫെയ്ത്ത് അല്ല, നമുക്കറിയാം ബാഡ് ഫെയ്ത്ത് എന്താണ്, ബാഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത് മാലഫൈഡ് ആണ് അല്ലേ, മാലഫൈഡ് ആണ്, ബോണഫൈഡിൻ്റെ ഓപ്പോസിറ്റ്. മെത്തേഡ് ഓഫ് വർക്കിംഗ് അല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ് മെത്തേഡ് ഓഫ് വർക്കിംഗ് വരുന്നത്, നമ്മൾ പിന്നെ പഠിക്കും. മോഡസ് ഓപ്പറാൻഡി, മെത്തേഡ് ഓഫ് വർക്കിംഗും അല്ല ഇവിടെ വരുന്നത്. ഗ്രേറ്റ് കോമ്പോസിഷൻ. മറ്റ് വാക്കുകൾ ഓപ്ഷനിൽ വരാൻ സാധ്യതയുള്ളത് ചില ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ഗ്രേറ്റ് വർക്ക് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഗ്രേറ്റ് വർക്ക് എന്നും വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടോയ് വാസ് വെരി അട്രാക്റ്റീവ് ബട്ട് നോബഡി ന്യൂ ഇറ്റ്സ് മോഡ് ഓഫ് ഓപ്പറേഷൻ. അതായത് ആ കളിപ്പാട്ടം ടോയ് വളരെ ആകർഷകമാണ്, പക്ഷേ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ, അതിൻ്റെ വർക്കിംഗ് മോഡൽ, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആർക്കും അറിയത്തില്ല അല്ലെങ്കിൽ അറിയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ മോഡ് ഓഫ് ഓപ്പറേഷൻ്റെ വേർഡാണ് ചോദിച്ചിരിക്കുന്നത്. ദ സബ്സ്റ്റിറ്റ്യൂട്ട് വേർഡ് ഫോർ ദി അണ്ടർലൈൻഡ് വേർഡ് ഈസ്. ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്ന വാക്കിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഫോറിൻ വേർഡ് അല്ലെങ്കിൽ ഫോറിൻ ഫ്രേസ്, അത്
മോഡസ് ഓപ്പറാൻഡി ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡസ് ഓപ്പറാൻഡിയുടെ മീനിങ് മോഡ് ഓഫ് ഓപ്പറേഷൻ. നമുക്കിപ്പോൾ ഈ ഓപ്ഷൻസ് കാണുമ്പോൾ മോഡ് ഓഫ് ഓപ്പറേഷൻ അതുമായിട്ട് സിമിലർ ആയിട്ട് വരുന്ന കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന എന്താ? മോഡ്, മോഡസ്, ഓപ്പറേഷൻ, ഓപ്പറാൻഡി, മോഡസ് ഓപ്പറാൻഡി, മോഡസ് ഓപ്പറാൻഡി. അപ്പോൾ അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നതും പല തവണ ആവർത്തിച്ചിട്ടുള്ള ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഫോറിൻ വേർഡാണ് മോഡസ് ഓപ്പറാൻഡി. അതിൻ്റെ മീനിങ് മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ്. ഞാനിവിടെ പറഞ്ഞു മോഡ് ഓഫ് വർക്കിംഗ് എന്ന് പറഞ്ഞില്ലേ, വർക്ക് ചെയ്യുന്ന മെത്തേഡ് ഓഫ് വർക്കിംഗ്, അതും എന്താണ്? മോഡസ് ഓപ്പറാൻഡി തന്നെയാണ്. അപ്പോൾ നമുക്ക് മോഡസ് ഓപ്പറാൻഡിയുടെ മീനിങ് മോഡ് ഓഫ് ഓപ്പറേഷൻ ആണെന്ന് മനസ്സിലായി. നമുക്ക് ബാക്കിയുള്ള വാക്കുകളൊന്ന് നോക്കാം. ലോക്കസ്റ്റ് ആൻറ്റി നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, പക്ഷേ ഇവിടെ അതല്ല അതിൻ്റെ ഉത്തരം. ലോക്കസ്റ്റ് ആൻറ്റിയുടെ മീനിങ് എന്താണ്? ഒരു കോടതി മുമ്പാകെ അപ്പിയർ ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ കോടതിയുടെ മുമ്പാകെ ഒരു കേസ് ഫയൽ ചെയ്യാനായിട്ടുള്ള അധികാരം. അതല്ല. ഇൻ ടോട്ടോ നമുക്കറിയാം. ഇൻ ടോട്ടോ എന്താണ്? ഇൻ ടോട്ടൽ, മൊത്തത്തിൽ. ഇൻ ടോട്ടൽ, ടോട്ടലി. അപ്പോൾ അതുമല്ല. ഇവിടെ നാലാമത്തെ അടുത്ത വാക്ക് പ്രോ ടെമ്പോറെ ആണ് കേട്ടോ. പ്രോ ടെമ്പോറെ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിക്കാത്തൊരു വാക്കാണ്. അതിൻ്റെ അർത്ഥം ഫോർ ദി ടൈം ബീങ് എന്നാണ്, കാലക്രമത്തിൽ. ഞാനൊരു ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ ചില മന്ത്രിമാരൊക്കെ പെട്ടെന്ന് രാജിവെക്കുമ്പോൾ, അല്ലെങ്കിൽ മരണപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഒരു പദവിയിൽ നിന്ന് പെട്ടെന്ന് രാജിവെക്കുകയോ മരണപ്പെടുകയോ ചെയ്യുവാണെങ്കിൽ താൽക്കാലികമായിട്ട് ആ പദവിയിലേക്ക് ഒരാൾ വരും, അല്ലേ? ഒരു ആക്ടിങ് പേഴ്സണായിട്ട് താൽക്കാലികമായിട്ട് വരും. അപ്പോൾ അതിനെയാണ് പ്രോ ടെമ്പോറി എന്ന് പറയുന്നത്. താൽക്കാലികമായിട്ടാണ് അതായത് സ്ഥിരമായിട്ടായിരിക്കത്തില്ല, കുറച്ച് നാളത്തേക്ക്, അല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ വരുന്നവരെ, അല്ലെങ്കിൽ അടുത്ത നിയമനം വരുന്നവരെ, അല്ലെങ്കിൽ അടുത്ത തീരുമാനം വരുന്നവരെ ആയിരിക്കും അദ്ദേഹം അല്ലെങ്കിൽ അയാൾ അവിടെ ആ പദവി വഹിക്കുന്നത്. അപ്പോൾ പ്രോ ടെമ്പോറി എന്ന് വെച്ചാൽ അതാണ് കേട്ടോ. ഫോർ ദി ടൈം ബീങ്, കുറച്ച് നാളത്തേക്ക്, അല്ലെങ്കിൽ ഒരു തീരുമാനം ആകുന്നവരെ. അപ്പോൾ ആ വാക്കും കൂടെ പഠിച്ചു വയ്ക്കുക. അടുത്ത നമുക്ക് 14ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ മീനിങ് ഓഫ് സ്റ്റേറ്റസ് ക്വോ. ദ മീനിങ് ഓഫ് സ്റ്റേറ്റസ് ക്വോ എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൻ്റെ, ഫോറിൻ വേർഡിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്ന ദി എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, എബിലിറ്റി ടു ലീഡ് ഉണ്ട്. സ്റ്റേറ്റസ് ക്വോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ദി എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ആണ് കേട്ടോ. ദി എക്സിസ്റ്റിംഗ് കണ്ടീഷൻ, അതായത് നിലവിലെ സാഹചര്യം, നിലവിൽ അല്ലെങ്കിൽ നിലനിൽക്കുന്ന സാഹചര്യം. നമുക്കത് എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം? നമുക്കറിയാം സ്റ്റേറ്റസ് ക്യൂ ആണ്, അല്ലേ? നമ്മൾ വാട്സാപ്പിലൊക്കെ സ്റ്റേറ്റസ് ഇടാറുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റേറ്റസ് ഇടാറുണ്ട്, അല്ലേ? എവിടെയെങ്കിലും പോകുമ്പോഴോ, എവിടെയെങ്കിലും നിൽക്കുമ്പോഴോ, ആരെങ്കിലും കാണുമ്പോഴോ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് സ്റ്റേറ്റസ് ഇടും, അല്ലേ? അപ്പോൾ സ്റ്റേറ്റസ് മിക്കവാറും എന്താണ്? നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, നിലവിലെ കാര്യമാണ്, അല്ലെങ്കിൽ നിലവിലെ സാഹചര്യമാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ സ്റ്റേറ്റസ് ക്യൂ എന്ന് പറഞ്ഞാൽ? ദി എക്സിസ്റ്റിംഗ് കണ്ടീഷൻ, നിലവിലെ സാഹചര്യം, ഇപ്പോഴത്തെ സാഹചര്യം. ഓക്കെ, അപ്പോൾ ബാക്കിയൊക്കെ കൺഫ്യൂസ്ഡ് ആവേണ്ട, എക്സിസ്റ്റിംഗ് കണ്ടീഷനാണ്. അടുത്തത് അവസാനത്തെ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഔട്ട് ദി മീനിങ് ഓഫ് വിസേവിസ്. വിസേവിസ് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ്, വിസേവിസിൻ്റെ മീനിങ്. വിസേവിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഫോറിൻ വേർഡ്സ് പഠിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും അറിയാവുന്ന ഒരു വാക്ക് കൂടിയാണ്. നിങ്ങൾ ആദ്യം പഠിക്കുന്ന വാക്കുകളിൽ ഒന്നുകൂടിയാണ് വിസേവിസ്. ഞാൻ പക്ഷേ ഇവിടെ കൊടുക്കാൻ കാരണം വിസേവിസിൻ്റെ ഡയറക്റ്റ് മീനിങ് ഫേസ് ടു ഫേസ് ആണ്, മുഖാമുഖം. ഇതിന് മറ്റൊരു മീനിങ് കൂടെ ഉണ്ട്, ഇൻ റിലേഷൻ ടു അല്ലെങ്കിൽ ഇൻ കമ്പാരിസൺ വിത്ത്. എന്താണ്? മറ്റൊന്നുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്ന ഒരു മീനിങ് കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഒന്ന് ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻ റിലേഷൻ ടു, അതുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ, ഒന്നിനെ മറ്റൊന്നുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ എന്ന ഒരു മീനിങ് കൂടിയുണ്ട്. അപ്പോൾ ഫേസ് ടു ഫേസ് ആണ് മിക്കവാറും ചോദ്യങ്ങളിലെല്ലാം ഓപ്ഷനിൽ കിടക്കുന്നത്. ഫേസ് ടു ഫേസ് ആണ്. വിസേവിസ് ചോദിച്ചു കഴിഞ്ഞാൽ ഫേസ് ടു ഫേസ്, മുഖാമുഖം എന്നാണ്. പക്ഷെ മറ്റൊരു മീനിങ് ഇൻ റിലേഷൻ ടു, അല്ലെങ്കിൽ ഇൻ കമ്പയറിങ് വിത്ത് എന്ന ഒരു മീനിങ് കൂടിയുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ തന്നിരിക്കുന്ന ഫേസ് ടു ഫേസ് തന്നെയാണ് വിസേവിസിൻ്റെ മീനിങ്. ബാക്കിയുള്ളതൊന്നും നമുക്ക് എന്താണ് നോക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഫേസ് ടു ഫേസ്, വിസേവിസിൻ്റെ മീനിങ് ഫേസ് ടു ഫേസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 15 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ 15 ഫോറിൻ വേർഡ്സ് ആണോ പഠിച്ചത്? അല്ല, നമ്മൾ 15 ഫോറിൻ വേർഡ്സ് അല്ല പഠിച്ച് 25 ഫോറിൻ വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് നമ്മളിപ്പോൾ 15 ക്വസ്റ്റ്യൻസിലൂടെ പഠിച്ചു. 25 എണ്ണം നിങ്ങൾ നോട്ട് ചെയ്ത് ഒന്നും കൂടെ നോക്കുക. 25 ഫോറിൻ വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു ചോദ്യമാണ് പല വേർഡ്സിനും ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ 4-5 ചോദ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്തൊരു ചോദ്യമാണ്. മറ്റ് പല ചോദ്യങ്ങളായിട്ട് പല രീതിയിൽ ഇതേ വാക്കുകൾ ചോദിച്ചിട്ടുണ്ട്. ചില വാക്കുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഓപ്ഷൻസിൽ 2 വാക്കുകൾ മാറി വരാം, അല്ലേ? ആഡ് ഹോക്ക്, ഇപ്പോൾ അവസാനം പറഞ്ഞ വിസിലൊക്കെ ചോദിക്കുന്ന പോലെ 2 വാക്കുകൾ മാറിയൊക്കെ വരാം. അപ്പോൾ ആശയം നിങ്ങൾ കൃത്യമായിട്ടത് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇനി ഇംഗ്ലീഷ് വൊക്കാബുലറിയുടെ മറ്റ് റിവിഷൻ ക്ലാസ്സസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്